ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സുപ്രധാന നിയമങ്ങളിലെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, സുപ്രധാന നിയമങ്ങളിലെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. അഞ്ചാമത്തേല് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൻ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമ്മൾ അതാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സിലബസ് എന്താകണ്, ഇവിടെ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സുപ്രധാന നിയമങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് മാർക്ക് നല്ല രീതിയിൽ നിങ്ങൾ അത് പഠിച്ചിട്ട് നല്ല രീതിയിൽ റിവിഷനൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഒരിക്കൽ റിവിഷൻ ചെയ്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക്, നമുക്ക് 5 മാർക്ക് സുപ്രധാന നിയമങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ചാൽ കൂടിയിട്ട് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും ആൻസർ എഴുതാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതോടെ എന്ത് ചെയ്യണം, ഇന്നത്തോടെ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് സുപ്രധാന നിയമങ്ങളിൽ 2021, 22, 23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ആയിട്ടുള്ള വന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഇട്ടുതരാം. അപ്പൊ നമുക്ക് എന്തായി, അവിടെ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതുപോലെ കേരളം ഭരണ സംവിധാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 5 മാർക്കിനുള്ളത് എടുത്തിട്ടുണ്ട്. എക്കണോമിക്സിൽ 5 മാർക്കിനുള്ളത് അവിടെ എടുത്തിട്ടുണ്ട്. പിന്നെയോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 2 മാർക്ക് നേടിത്തരുന്നത് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അതൊക്കെ SCRT കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏതാണ് വന്നിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു 3-4 ടോപ്പിക്ക്, കുറച്ചെന്തോ ടോപ്പിക്ക് കുറച്ചേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അത് നമുക്ക് അവിടെ 5 മാർക്ക് കിട്ടേണ്ട രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മുക്കാലും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും ഇതാക്കി വെക്കാം. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ എത്ര മൊഡ്യൂളാണ് നമ്മുടെ കഴിഞ്ഞത്. ഇന്ത്യൻ ജോഗ്രഫി അതുപോലെ കുറച്ച് ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. അത്രയും നിറയെ ക്ലാസ് ജോഗ്രഫിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 10-14 വീഡിയോകളോളം ജോഗ്രഫിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയിൽ. അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. എന്തെങ്കിലും തട്ടിക്കൂട്ടി പറഞ്ഞിട്ട് കുറച്ചെന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല. ഓരോ ക്ലാസ്സും അത്രയും വ്യക്തതയോടുകൂടിയും ആഴത്തിലുമാണ് ഓരോ ക്ലാസ്സും പറഞ്ഞു പോകുന്നത്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് മാർക്കാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇന്ന് ഈ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൻ എന്ന ആ ടോപ്പിക്കിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ദേശീയ തലത്തിലുള്ള ബാലാവകാശ കമ്മീഷനാണ്. ഇതിൽ നമ്മൾ കേരളത്തിലും ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. അത് നമ്മൾ കേരളം ഭരണ സംവിധാനത്തിൽ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ പ്രയോജനപ്പെടുത്തും. ഇത് നമ്മൾ ദേശീയ തലത്തിലുള്ള ബാലാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് കാണാപ്പാഠം പഠിക്കാതെ മനസ്സിരുത്തിയിട്ട് കോൺസെൻട്രേഷൻ മുഴുവൻ ഇവിടെ മാത്രം എടുക്കുക. ഇവിടെ പഠിക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ആലോചനയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് എത്ര റിവിഷൻ ചെയ്താലും ആ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആകാത്തത്. ഓക്കെ, ആ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഏകാഗ്രതയോട് കൂടിയിട്ട് ഈ സിലബസ് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറിക്കേ. അപ്പോൾ എന്താണ്, ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ കിട്ടും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ഇന്ത്യ UN ബാലാവകാശ കൺവെൻഷനിൽ ഒപ്പുവെച്ചത് 1992 UN ബാലാവകാശ കൺവെൻഷനിൽ കേട്ടോ. UN ബാലാവകാശ കൺവെൻഷനിൽ ഒപ്പുവെച്ചത് എപ്പോഴാണ്, 1992. 2005 പാസാക്കിയ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിയമം അനുസരിച്ച് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് 2007 മാർച്ച് മാസം 5-നാണ്. പഠിച്ചല്ലോ. വിജ്ഞാപനം March 3 വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും 2007 March 5 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തു. 2005 നിയമം അനുസരിച്ചിട്ട് കേട്ടോ. 2005 കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാലാവകാശ സംരക്ഷണ നിയമം അനുസരിച്ച് 2005. അപ്പൊ എന്തൊക്കെ നമ്മൾ 2005 നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകള്, വിവരാവകാശ കമ്മീഷൻ നമ്മൾ പഠിക്കാറുണ്ട്. 2005 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നയം. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് കേരളം ഭരണ സംവിധാനത്തിൽ പഠിക്കാറുണ്ട് അല്ലേ. ദേശീയ ദുരന്ത നിവാരണ നയം എപ്പോഴാണ്, 2005. അപ്പൊ 2005 രണ്ടെണ്ണം വെച്ച്, വിവരാവകാശ നിയമം 2005. ഇവിടെ നമ്മൾ 2005 ഏതാ പഠിക്കുന്നത്, ബാലാവകാശ സംരക്ഷണ നിയമം. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ബാലാവകാശ സംരക്ഷണ നിയമം എപ്പോഴാണ്, 2005. ഈ നിയമം അനുസരിച്ച് 2007 മാർച്ച് മാസം 3 വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും മാർച്ച് മാസം 5 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തു.
പഠിച്ചല്ലോ. ആസ്ഥാനം എവിടെയാണ്? നമുക്കറിയില്ല. കമ്മീഷന്റെ ആസ്ഥാനം ദേശീയ തലത്തിലാകുമ്പോൾ ന്യൂഡൽഹിയും വരുന്നുണ്ട്, കേരളത്തിലാകുമ്പോൾ തിരുവനന്തപുരം വരുന്നുണ്ട് അല്ലേ. ഇനി 18 വയസ്സിന് താഴെ ഇങ്ങനത്തുള്ള പോയിന്റ് ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ സംരക്ഷണം എന്ത് ചെയ്തത്? ബാലാവകാശ സംരക്ഷണം നിലവിൽ വന്നത് കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1098 ആണ് ഇത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. ഈ ദേശീയ ബാലാവകാശ കമ്മീഷനില് ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും. അപ്പൊ എത്ര പേരായി? മൊത്തം 8 പേരായി അല്ലേ. 8 പേരാകണമെങ്കിൽ ആരൊക്കെയാണ്? ചെയർപേഴ്സൺ പ്ലസ് 6 അംഗങ്ങൾ പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? 8 പേര് വരുന്നത്. ഈ 6 അംഗങ്ങളില് 2 പേര് ആരായിരിക്കണം? വനിതകളായിരിക്കണം. ഓക്കെ, ഈ അംഗങ്ങളിൽ കുറഞ്ഞത് 2 പേരെങ്കിലും എന്തായിരിക്കണം? വനിതകൾ ആയിരിക്കണം. പഠിച്ചല്ലോ. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ നമ്മളിവിടെ പഠിച്ചില്ലേ? 2007 മാർച്ച് 5 എന്ന് പഠിച്ചില്ലേ? ആ സമയത്ത് അതിന്റെ കമ്മീഷൻ ചെയർമാനായിട്ട് വന്നത് ആരാണ്? ശാന്ത സിൻഹയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ശാന്ത സിൻഹയാണ്. ഇപ്പോ ആരാണ്? പ്രിയങ്ക് കനുങ്കോ. പ്രിയങ്ക് കനുങ്കോ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. പ്രിയങ്ക് കനുങ്കോ ബാലാവകാശ കമ്മീഷനിൽ, അതായത് ആദ്യം വന്നു, വീണ്ടും എന്ത് ചെയ്തു? തുടരെ 2 പ്രാവശ്യമായിട്ട് പ്രിയങ്ക് കനുങ്കോ ആണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അത് പഠിക്കണം. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. 3 വർഷമാണ്. പഠിച്ചല്ലോ. ഈ ഏരിയ മുഴുവൻ മനസ്സിലായല്ലോ. നല്ല ഏകാഗ്രതയോട് കൂടിയിട്ടല്ലേ ഇരിക്കുന്നത്? നല്ല ഓക്കെ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൂട്ടുകാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവശത്ത് നടത്തുക. അതാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും നമ്മുടെ ചുറ്റുവശത്തുള്ള അന്തരീക്ഷം നല്ലതായിരിക്കണം എന്ന് പറയുന്നത്. എങ്കിലേ നമുക്കത് പഠിച്ചത് ഓർമ്മ കിട്ടും. നമ്മൾ പറയാറില്ലേ, എത്ര പഠിച്ചാലും ഓർമ്മ കിട്ടില്ല, എത്ര പഠിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല. അത് എന്താണെന്നറിയോ? കാരണം നിങ്ങളിപ്പോൾ ഇപ്പൊ ബാലാവകാശ കമ്മീഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ അവിടെ ക്ലാസ് കാണുമെന്ന് വെക്കുക, നിങ്ങളുടെ ചുറ്റും അവിടെ അതിൽ കൂടെ ഒരാൾ പോയി, നമ്മുടെ ലെഫ്റ്റ് കൂടെ വേറൊരാൾ പോകണു, അത് അവിടെ ഒരു സൗണ്ട് കേൾക്കണു, അതൊരു ഫോണിന്റെ റിങ് അടിക്കണു. ഇതെന്താ? ശ്രദ്ധ നമ്മുടെ മാറാണ്. അതാണ് നമ്മളൊരു ടോപ്പിക്കൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിലല്ല, നിങ്ങൾ സെൽഫായിട്ടുള്ള നോട്ടുകൾ ഇതൊക്കെ എഴുതി വെച്ചിട്ട് സെൽഫായിട്ടുള്ള നോട്ടുകളിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുക? സൈലന്റിൽ ഇടുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഓരോ അനക്കവും നീക്കവും ഒക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റിമറിക്കും. പിന്നെ ഈ ടോപ്പിക്ക് ഒരു 10 പ്രാവശ്യം റിവിഷനെങ്കിലും ചെയ്താലേ നമുക്കത് മനസ്സിലാവും. ആ സ്ഥാനത്ത് ഏകാഗ്രതയോട് കൂടിയിട്ട് ഇതിപ്പോ ഒരു അരമണിക്കൂറിന്റെ ഒരു ക്ലാസ് ആണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഏകാഗ്രതയോട് കൂടിയിട്ട് ഇതിലേക്ക് മാത്രം ബാലാവകാശ കമ്മീഷനെയൊക്കെ മനസ്സിൽ നിങ്ങൾ അങ്ങോട്ട് കാണണം. 2005 എന്ന് പഠിച്ചാൽ പോരാ. 2005 മനസ്സിൽ കാണണം. വിവരാവകാശ കമ്മീഷൻ 2005 അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്പോഴേക്കും കേന്ദ്രത്തില് ദേശീയ ബാലാവകാശ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അപ്പോഴേക്കും ദേശീയ ദുരന്ത നിവാരണ നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു 2005. ഓക്കെ. പിന്നെ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ 2005 വാറന്റികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കണം. ഓ, ഇവിടെ ജനിച്ച വർഷം അല്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടി ജനിച്ച വർഷമാണ് ഈ നിയമങ്ങളൊക്കെ വന്നത്. അതൊക്കെ കണക്ട് ചെയ്യണം. അങ്ങനെ ഒരു അരമണിക്കൂർ ഏകാഗ്രതയോട് കൂടിയിട്ട് അങ്ങനെ ബാലാവകാശ കമ്മീഷനെയൊക്കെ മനസ്സിൽ കാണണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ മനസ്സിൽ പിക്ചർ കാണണം. അല്ലാതെ ഇരുന്നിട്ട് 2007 മാർച്ച് 3, 2007 മാർച്ച് 5 ന്യൂഡൽഹി 18 ഇങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നും എവിടെയും എത്തില്ല. ഞാനത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കണം. വെറുതെ ഞാൻ ഇവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കുകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകും, പക്ഷെ ആരും സമ്മതിച്ചു തരില്ല. അത് തീർച്ചയായിട്ടും ഏകാഗ്രതയോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പിന്നീട് ഒരു തവണ റിവിഷൻ ചെയ്താൽ എന്താകും? വീണ്ടും ഓർമ്മ വരും. എക്സാം ഹാളിൽ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നിങ്ങളുടെ ആ അന്നത്തെ ഏകാഗ്രത ആ എക്സാമിൽ ഫലിക്കും. ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിലും ഇരിക്കും. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഈ ഭാഗം ഒക്കെ ആയല്ലോ. ഇത് മറക്കില്ലല്ലോ. ഈ ഭാഗം കൊണ്ടിട്ട് നമ്മൾ എടുക്കുന്ന സിലബസിൽ ഇടാൻ മറന്നതാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, ഇതാണ്. ഓക്കെ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്, പോക്സോ ആക്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സിലബസിൽ ഇതെല്ലാം എടുത്തു വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ്. ഓക്കെ, 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലിട്ട സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്.
IPC പ്രകാരം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ മാതാവോ അല്ലെങ്കിൽ പിതാവോ കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ആളോ പരിത്യജിക്കുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്താൽ അതെന്താണ്? IPC പ്രകാരം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമമായിട്ട് മാറും. മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവരോ അതായത് എത്ര വയസ്സിന് താഴെ? 12 വയസ്സിന്. ഒരിക്കലേ പറയുള്ളൂ, നിങ്ങളത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എടുത്ത് പറഞ്ഞുതരാം. 12 വയസ്സിന് 12 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കുന്നവരോ ഉപേക്ഷിച്ചാൽ എന്താണ്? അത് IPC പ്രകാരം ഒരു അതിക്രമമായിട്ട് കണക്കാക്കും. ഇതൊക്കെ ഓരോ സെക്ഷനിൽ പറയുന്നതാണ് കേട്ടോ. ഞാൻ ആ സെക്ഷൻ ഒന്നും ഇവിടെ പറയുന്നില്ല. സെക്ഷനൊക്കെ 317 ഈ സെക്ഷനെ കുറിച്ച് ഇത് പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞത് 317 വരുന്നത്. നിങ്ങൾ സെക്ഷൻ ഒന്നും ഇരുന്ന് പഠിക്കാതെ ഇങ്ങനെയുള്ള കാര്യം ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ആ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചില്ലേ, അതൊക്കെ നല്ല അത്രയും എന്താ പറയാ നല്ല കഴമ്പായിരിക്കണം കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അതിന്നൊക്കെ ആയിരിക്കും ടോപ്പിക് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇരുന്ന് സെക്ഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ വക്കീൽ ഭാഗം പഠിക്കാനൊന്നുമല്ലല്ലോ നമ്മൾ പോണത്. നമുക്ക് PSC എന്താണ് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണം, ജോലി വാങ്ങിക്കണം. ഓക്കെ, അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് പറയില്ലേ. ഇനി പിന്നെ വേറെന്തൊക്കെയാണ് അതിക്രമങ്ങളിൽ പെടുക? മൈനർ പറഞ്ഞാൽ 18 വയസ്സിന് താഴെ പ്രായമായിട്ടുള്ള പെൺകുട്ടിയെ വശീകരിച്ചിട്ട് വിവാഹത്തിനോ അല്ലെങ്കിൽ അവിഹിത സംഘത്തിനോ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്താൽ എന്താണ്? അവിടെ അതും ഒരു കുറ്റകൃത്യത്തിൽ പെടുന്നതാണ്. സെക്ഷൻ 366A ഇതിനെ കുറെ പറയുന്നത്. 10 വർഷം തടവാണ് ഇത് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ മൈനറെ അതായത് 18 വയസ്സിന് എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാണ് കേട്ടോ. പിന്നെ ഈ 18 വയസ്സായ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ വേശ്യാവൃത്തിക്കോ അവിഹിത സംഘത്തിനോ നിയമവിരുദ്ധവും അസാൻമാർഗികവുമായ എന്തെങ്കിലും കാര്യത്തിനോ വിൽക്കുകയോ കൂലിക്ക് കൊടുക്കുകയോ മറ്റു വിധത്തിൽ കൈയൊഴിയുകയോ ചെയ്യുക. ഇതൊക്കെ എന്താണ്? 10 വർഷം വരെ തടവ് വരാവുന്നതാണ്. സെക്ഷൻ 372 ഇതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അതായത് കുട്ടിയെ മറ്റൊരാൾക്ക് ഇത്ര ലക്ഷം രൂപയ്ക്ക് കൈമാറുക, അല്ലെ, അവരെ കൈയൊഴിയാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് അവരെ കച്ചവടം ചെയ്യുക. അതൊക്കെ എന്താണ്? കുറ്റകൃത്യങ്ങളിൽ വരുന്നതാണ്. പിന്നെ ഈ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ വേശ്യാവൃത്തിക്കോ അവിഹിത സംഘത്തിനോ നിയമവിരുദ്ധവും പഠിച്ചല്ലോ, കൂലിക്ക് കൊടുക്കുക, അല്ലെ, കൈവശമാക്കുക, എന്നിട്ട് മറ്റു വിധത്തിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് ആ കുട്ടിനെ കൈവശമാക്കുക. ഇതൊക്കെ എന്താണ്? ശിക്ഷയിൽ വരുന്നതാണ്. ഇതൊക്കെ എന്താണ്? കുറ്റകൃത്യങ്ങളിൽ വരുന്നതാണ്. ഇനി അങ്ങനെ നമ്മൾ 2007 കഴിഞ്ഞു, അല്ലെ, ബാലാവകാശ കമ്മീഷനൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ 2015 ആയപ്പോൾ ബാലനീതി നിയമം നടപ്പിലാക്കുകയാണ്. ഏത് നിയമമാണ്? ബാലനീതി നിയമം. ചോദിച്ചാൽ എഴുതണം. 2015 ബാലനീതി അതായത് കുട്ടികളെ ശ്രദ്ധയും പരിചരണവും നിയമം നിലവിൽ വന്ന. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 2015 പഠിച്ചല്ലോ. ബാലനീതി നിയമം നിലവിൽ വന്നത് 2015 ആക്ട് നിയമമാണ് 2015 നിലവിൽ വന്നത് 2016 ജനുവരി 15. ഒരു വർഷം എടുത്തു കേട്ടോ. 2015 ബാലനീതി നിയമം വന്നു. 2016 ജനുവരി 15 ബാലനീതി നിയമം നിലവിൽ വരികയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ബാലനീതി നിയമം കൊണ്ടുവന്നത്? നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുകയും അവരുടെ സർവോന്മുഖമായ വികാസം ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ബാധ്യത ആർക്കുണ്ട്? സമൂഹത്തിന് ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രമാണ് സംരക്ഷിക്കേണ്ടതല്ല. ഇപ്പൊ നമ്മുടെ ചുറ്റും പരിസരത്ത് നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മളും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്, അല്ലേ? അതൊക്കെ നമ്മുടെ മൗലിക കടമയല്ലേ, നമ്മുടെ അവകാശങ്ങളാണ്, അല്ലേ? കാരണം നമ്മൾ ഒരു കുട്ടിയെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോവുക ഇല്ല, അല്ലെ? നമ്മൾ ഒന്നുമില്ലെങ്കിൽ അവരുടെ ഒരു തലോടല്, അല്ലേ? അതൊക്കെ എന്താണ്? കുട്ടികളെ സംരക്ഷിക്കുക. പിന്നെ നമ്മൾ സാധാരണ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ആ കുട്ടി ഇപ്പൊ വേറെ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ ചുറ്റുവശത്ത് വരികയെന്ന് വെക്കുക. ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു പരിചയമില്ലാത്ത വ്യക്തി നമ്മുടെ അടുത്തുകൂടെ ഏതെങ്കിലും റോട്ടിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കില്ലേ? ആ കുട്ടി നമ്മൾ എന്ത് വന്ന് നമ്മുടെ കുട്ടികളല്ലെങ്കിൽ കൂടി നമ്മൾ അത് ശ്രദ്ധിക്കില്ലേ? അവൻ അവിടെ എത്തുമ്പോൾ ആ കുട്ടിനെ എന്തെങ്കിലും ചെയ്യോ, അങ്ങോട്ട് പോയിട്ട് അയാൾ അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ബാധ്യതയാണ്, അല്ലേ? പിന്നെ നമ്മുടെ ഭരണഘടനയില് അനുച്ഛേദങ്ങൾ കുട്ടികളുടെ കാര്യത്തില്
ഇതില് ഭരണകൂടത്തിനുള്ള ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യം എടുത്തു കാണുന്നുണ്ട്. അതായത് ഇന്ന് നമ്മുടെ നിലനിൽക്കുന്ന ഭരണകൂടം ഉണ്ടല്ലോ, ആ ഭരണകൂടത്തിലും ഇന്ന് ഭരിക്കുന്ന പാർട്ടികൾക്കാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് ഭരണ സംവിധാനങ്ങൾ ആയിക്കോട്ടെ, അവർക്കും എന്തുണ്ട്, അത് അവര് കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ട് എന്ന് ഏതിൽ പറയുന്നുണ്ട്, ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിന് പ്രത്യേക അനുച്ഛേദം കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഇരുന്ന് എഴുതൊന്നും വേണ്ട, നോട്ടൊന്നും എഴുതണ്ട. നിങ്ങൾ ഇതിങ്ങനെ റിവിഷൻ ചെയ്ത് അറിയാത്ത പോയിന്റ് ഇതൊക്കെ എഴുതണം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ വർഷം ബാലനീതി നിയമം 2000 ഷോർട്ട് ആക്കിയിട്ട് അങ്ങനെ ഇരുന്ന് വാരി വലിച്ചിട്ട് ഇരുന്ന് ടൈം കളയരുത് കേട്ടോ. ആ എഴുതലൊക്കെ ഇരുന്ന് ടൈം കളഞ്ഞാൽ അത്രയും വേസ്റ്റ് ആണ്. നിങ്ങൾ ക്ലാസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് കേട്ടുകൊണ്ടേയിരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഷോർട്ട് ആക്കിയിട്ട് ബാലനീതി നിയമം എന്ന് എഴുതുക. 2015 നിലവിൽ വന്നു, 2015 അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ മറ്റൊക്കെ എന്താ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുട്ടികളുടെ സംരക്ഷണത്തിന് ഉണ്ടായ നിയമങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇന്ത്യയിൽ രൂപപ്പെടുത്തിയ ഒരു സമഗ്ര നിയമമാണ് ഇത് ബാലനീതി നിയമം. അതായത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വേറെ ഉണ്ടല്ലേ ഒരുപാട് നിയമങ്ങൾ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് 2015 ബാലനീതി നിയമം കൊണ്ടുവരുന്നത്. ഇനി ബാലനീതി നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ് പറഞ്ഞു, 2016 ജനുവരി 15-നാണ്. ഇനി ഈ ബാലനീതി നിയമപ്രകാരം 2005 പ്രകാരം കുട്ടികളെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്, രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. കുട്ടികളെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, എങ്ങനെയാണ്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളും, 2 ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളും. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ പറയുമ്പോൾ എങ്ങനെ വരും, നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതായ കുട്ടികളെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്ന് പറയുന്നത്. നിയമവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായില്ല ഈ കുട്ടികള്, ഈ നിയമങ്ങൾക്കെതിരെ ഓരോരോ നിയമങ്ങൾ നിലവിലുണ്ട് അല്ലെ, ആ നിയമങ്ങൾക്കെതിരെ ഈ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, പ്രവർത്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവരെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഏത് വന്നത്, ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വന്നത് കേട്ടോ. ഇവർക്ക് നിയമവുമായി പൊരുത്തപ്പെടാത്ത, അതായത് നിയമത്തിനെതിരെ പ്രവർത്തിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വന്നത്. പിന്നെ രണ്ടാമത് ഏതാ പറയുന്നത്, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ. അത് പറയുമ്പോൾ എന്താ വരിക, ഈ തെരുവ് കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ, തെരുവിലെ കുട്ടികളെ അവരെ സംരക്ഷിക്കണ്ടേ, ബാലവേല ചെയ്യുന്ന കുട്ടികള്, പിന്നെ ശൈശവ വിവാഹത്തിന് ഇരയാകുന്ന കുട്ടികള്, 10ഉം 15ഉം വയസ്സാകുമ്പോഴേക്കും വിവാഹം നിശ്ചയിക്കുക, അതിൽ ഭരണകൂടം ഇടപെടണം അല്ലേ, അവിടെ നിയമം ഈ ബാലനീതി നിയമം നടപ്പിലാക്കണം. അവർ പോയിട്ട് അതിനെ എന്ത് ചെയ്യണം, തടുക്കണം. കണ്ടിട്ടില്ലേ, ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമാണ്. ആദ്യം അങ്ങനെയല്ല, 18 വയസ്സിന് മുമ്പ് പോയി രജിസ്റ്റർ ചെയ്ത് വേഗം വിവാഹം ചെയ്യില്ലേ. ഇന്നിപ്പോ അതെന്താണ്, നടക്കില്ല. കാരണം എന്താണ്, ഈ നിയമങ്ങൾ അവിടെ ശക്തമാണ്. ഇരയാകുന്ന കുട്ടികള്, പിന്നെ ഭിക്ഷാടനം ചെയ്യുന്ന കുട്ടികള്, അത്യാഹിതത്തിൽ പെടുന്ന കുട്ടികള്, HIV ബാധിച്ച കുട്ടികള്, ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും പീഡനത്തിനിരയായിട്ടുള്ള കുട്ടികള്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള കുട്ടികള്, കുട്ടികള്, മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികള്, മാനസിക സംഘർഷത്തിൽ അല്ലെ, വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടികൾ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടും അല്ലെ, ആ കുട്ടികളെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഏത് ഉൾപ്പെടുന്ന ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്നതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ് ഇത്രയും പേര്. മനസ്സിലായല്ലോ. അങ്ങനെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വരികയാണ്. അടുത്തത് ഏതാണ് വരുന്നത്, ജുവൈനൽ ജസ്റ്റിസ് ബോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് വരുന്നത്, നിയമത്തിനെതിരെ പ്രവർത്തിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വന്നത്. 2015 ബാലനീതി നിയമപ്രകാരം വകുപ്പ് ഏതാണ്, 4(1). 2015 ബാലനീതി നിയമത്തിലെ വകുപ്പ് 4(1) പ്രകാരമാണ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വന്നത്. ഞാൻ അത്യാവശ്യം 1-2 സെക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് സെക്ഷൻ ഇഷ്ടംപോലെ സെക്ഷൻ ഉണ്ട്. അതൊക്കെ പഠിക്കാൻ നിന്നാ അറിയാലോ, കയ്യിൽ നിന്ന് ജോലി പോയി കിട്ടും കേട്ടോ. ഞാൻ പഠിക്കണ്ടെന്ന് പറയില്ല, നിങ്ങൾ പഠിക്കുന്നവർ പഠിച്ചോളൂ. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു LD ലെവൽ എക്സാം എഴുതുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് കേട്ടോ. അതേ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുള്ളൂ. അതിൽ നിന്നും ഇത്രയും വലിയ കാർഡ് കയറിയിട്ട് പഠിക്കൊന്നും ആവശ്യമില്ല. പഠിക്കുന്ന അത്യാവശ്യം നമ്മളിപ്പോൾ ആ ഒന്നാമത്തെ സ്ലൈഡിലൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ നന്നായിട്ട് പഠിച്ചു. ആരാണ് ആദ്യത്തെ അധ്യക്ഷ, ഏത് നിലവിൽ വന്നു, എവിടെയാണ് ആസ്ഥാനം, എന്തിനു വേണ്ടിയിട്ട് ഈ നിയമം നിലവിൽ വന്നു, ഇതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ
നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വന്നത്. ഏത് പ്രകാരം? 2015 ബാലനീതി നിയമപ്രകാരം. വകുപ്പ് ഏതാണ്? 4(1) പ്രകാരം. ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് കൊണ്ടുവരേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് രൂപീകരിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ജുവൈനൽ ജസ്റ്റിസ് ബോർഡില് 3 അംഗങ്ങളാണ്. ആരാണ്? ഒരു അംഗം എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആയിട്ടും 2 സാമൂഹിക പ്രവർത്തകർ അംഗങ്ങളായിട്ടുള്ള ഈ ബെഞ്ചിൽ ആരാണ്? പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ്. ഓക്കെ, അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആയിട്ടും, അതായത് അങ്ങനെ പ്രവൃത്തി കഴിഞ്ഞിട്ടുള്ള വ്യക്തി ആയിരിക്കണം ഇതില് ഒരു അംഗം എന്ന് പറയുന്നത്. മറ്റ് 2 ആരായിരിക്കണം? സാമൂഹിക പ്രവർത്തകർ ആയിരിക്കണം. ആ 2 സാമൂഹിക പ്രവർത്തകരിൽ ഒരാൾ ആരുമായിരിക്കണം? വനിതയും ആയിരിക്കണം. 3 അംഗങ്ങൾ പറഞ്ഞില്ലേ, അതില് ഒരാള് നിയമങ്ങൾ അറിഞ്ഞ വ്യക്തി ഇല്ലേ, മജിസ്ട്രേറ്റ് വിഭാഗത്തില്. ബാക്കി 2 സാമൂഹിക പ്രവർത്തകര്. ആ 2 സാമൂഹിക പ്രവർത്തകരിൽ ഒരാൾ ആരായിരിക്കണം? വനിത. എല്ലാ നിയമത്തിലും നമ്മൾ പറയാറുണ്ട് ഇത്ര അംഗങ്ങൾ അതിൽ ഇത്ര വനിതകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിയമമുണ്ട് കേട്ടോ, അത് നിയമമാണ്. ഓക്കെ, ഇനി 16 വയസ്സ് കഴിഞ്ഞതും ഹീനകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതുമായ കുട്ടികളുടെ പ്രാഥമിക വിശകലനത്തിൽ കുട്ടിയെ മുതിർന്ന ആളെ പോലെ വിചാരണ ചെയ്യാമെന്ന് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് തീരുമാനിക്കുന്ന പക്ഷം കേസ് കുട്ടികളുടെ കോടതി അഥവാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാൻ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് ഉത്തരവിടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പഠിച്ച ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് എന്തിനു വേണ്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞു? നിയമവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജുവൈനൽ ജസ്റ്റിസ് ബോർഡ് നിലവിൽ വന്നത് എങ്കിൽ ശ്രദ്ധയും സംരക്ഷണവും വേണ്ട, നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ, ശ്രദ്ധയും സംരക്ഷണവും വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി 2015 ബാലനീതി നിയമം വകുപ്പ് 27(1) പ്രകാരമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നിലവിൽ വന്നത്. ഓക്കെ, ഇതിൽ 5 അംഗങ്ങളാണ്. നമ്മൾ അവിടെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിൽ 3 പറഞ്ഞു, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ 5 അംഗങ്ങളാണ്. ചെയർപേഴ്സണും പിന്നെ ആര് വരും? ചെയർപേഴ്സൺ പ്ലസ് 4 അംഗങ്ങൾ. ഓക്കെ, അതില് ഒരാൾ ആരായിരിക്കണം? 4 അംഗങ്ങൾ ഒരാൾ ആരായിരിക്കണം? വനിതയായിരിക്കണം. ഓക്കെ, പിന്നെ മറ്റൊരാള് ബാല വിഷയങ്ങളില് വിദഗ്ധനായിരിക്കണം. ഒരാൾ വനിത, 4 അംഗങ്ങളിൽ ഒരാൾ ബാലവിഷയങ്ങളിൽ നല്ല അറിവുള്ളവരും ഒരാള് വനിതയും ആയിരിക്കണം. ഇനി ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എന്തെങ്കിലും ഒരു പരാതി കിട്ടുകയാണെങ്കിൽ അവിടെ തീരുമാനമെടുക്കാൻ അധികാരം ആർക്ക് തന്നെയാണ്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് വരിക? ഈ ദത്ത് നൽകുന്നതിന്റെ, കുട്ടികളെ ദത്തെടുക്കും അല്ലേ, ആ ദത്ത് നൽകുന്നതിന്റെ മുന്നോടിയായിട്ട് അർഹരായ കുട്ടികളുടെ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെ, ദത്തെടുത്തു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് നൽകണം. കുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ പരിശോധിക്കുക. ഇതൊക്കെയാണ് കമ്മിറ്റിയുടെ ചുമതലകൾ. പിന്നെ ഈ കമ്മിറ്റിക്ക്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അധികാരം എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് തുല്യമാണ്. മജിസ്ട്രേറ്റ് കോടതിക്ക് തുല്യമാണ് ആരുടെ അധികാരം? കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ബാലനീതി ബോർഡുകൾ സ്ഥാപിക്കാനും വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്കായിട്ട് നിരീക്ഷണ നിലയങ്ങൾ സ്ഥാപിക്കാനും ബാലക്ഷേമ സമിതികൾ രൂപീകരിക്കുന്നതിനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾ കുറ്റം ചെയ്താല് അവരെ സാധാരണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് സാധാരണ കോടതിയിലൊന്നും കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യാൻ പാടില്ല. നമ്മൾ പോക്സോ ആക്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പോലീസ് ഉണ്ടായിരിക്കണം. അവരെ വിചാരണ ചെയ്യേണ്ടത് പോലീസുകാരൊന്നുമല്ല, ബാലനീതി ബോർഡാണ് അവരെ വിചാരണ ചെയ്യേണ്ടത്. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, ഈ കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്തു പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു പെട്ടാലും
ഏത് കുട്ടികൾ പറയുമ്പോൾ ആരാണ്? 18 വയസ്സിന് താഴെയുള്ളവര്. അവർ എത്ര വലിയ കുറ്റം ചെയ്താലും അവർക്ക് ജാമ്യം കൊടുക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് കുറ്റം ചെയ്താലും അവർക്ക് ജാമ്യം അനുവദിക്കുന്നുണ്ട്. അതാണ് ഇന്ന് കുട്ടികൾ ഇത്രയും അക്രമവാസന ഇവിടെ കൂടുന്നത് അല്ലേ? കുട്ടികളെ ജാമ്യത്തിന് അർഹരാണ്. ആ വിവരം എന്ത് ചെയ്യണം? രക്ഷിതാക്കളെ അറിയിക്കണം. പിന്നെ കുട്ടികൾക്ക് കൗൺസിലിങ്ങിനും സാമൂഹ്യ സേവനം, നല്ല നടപ്പിന്, പ്രത്യേക ഭവനത്തിൽ അവർക്ക് താമസം, സുരക്ഷിതമായിടത്ത് പാർപ്പിക്കുക തുടങ്ങിയവയ്ക്കൊക്കെ ഉത്തരവിട്ടുകൊണ്ടാണ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 18 വയസ്സുള്ള കുട്ടികളെ മുതിർന്നവരായി കണക്കാക്കി വിചാരണ നടത്തേണ്ടതാണ്. ഓക്കെ, 16 മുതൽ അതായത് ഈ ഇതിൽ ഒരു നമ്മൾ പറഞ്ഞു 18 വയസ്സായാലും 18 വയസ്സിനുള്ളിൽ എന്ത് കുറ്റം ചെയ്താലും അവർക്ക് ജാമ്യം കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ 2015 ബാലനീതി നിയമപ്രകാരം ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? 16 വയസ്സിനും, എങ്ങനെയാണ്? 16 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ മുതിർന്നവരായി കണക്കാക്കി വിചാരണ നടത്തുന്നതാണ്. അതായത് 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഏതെങ്കിലും ഒരു കുട്ടി നല്ല കടുത്ത കുറ്റമാണ് ചെയ്തത് എങ്കിൽ, എങ്ങനെയാണ്? കടുത്ത കുറ്റമാണ് ആ കുട്ടി ചെയ്തത് എങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടിയെ കുട്ടിയായിട്ട് കണക്കാക്കില്ല, മുതിർന്നവരായിട്ട് കണക്കാക്കിയിട്ട് കടുത്ത ശിക്ഷ എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ, അതിപ്പോ ബാലനീതി നിയമം 2015 നടപ്പിലാക്കിയതിനു ശേഷമാണ് ഇത് കൊണ്ടുവന്നത്. കുറ്റം ചെയ്തതോ പീഡനത്തിന് ഇരയായതോ ആയ കുട്ടികളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്ന മാധ്യമങ്ങള് കുറ്റം ചെയ്തതായിട്ടും പരിഗണിക്കണം. ഇനി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ചെന്ന് ആ കുട്ടിയെ മൊത്തം നാട്ടിൽ മുഴുവൻ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരെയും കുറ്റം ശിക്ഷിക്കുന്ന കുറ്റം എന്താണ്? കൊണ്ടുവരും. ഓക്കെ, അത് പഠിച്ചല്ലോ. പിന്നെ കുട്ടികളോട് ക്രൂരത കാണിക്കുന്നതിനെതിരെയും അവരെ സംരക്ഷിക്കാതിരിക്കാന്നാലും, പിന്നെ അവരെ യാചക വൃത്തിക്ക് അറിയാലോ, ഭിക്ഷാടനത്തിനൊക്കെ വിടുന്നുണ്ട് അല്ലെ? യാചക വൃത്തിക്ക് ഉപയോഗിക്കുന്നതിനെതിരെയും അവർക്ക് മയക്കുമരുന്നും മറ്റും നൽകുന്നതിനെതിരെയും അവരെ കൊണ്ട് ജോലി ചെയ്യുന്നതിനെതിരെയും നിയമത്തില് വ്യവസ്ഥയുണ്ട്. പിന്നെ ദത്തെടുക്കുന്ന സമയത്ത് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ സുഗമമാക്കാൻ, അതൊക്കെ എന്തായാലും നോർമലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഈ ഭാഗങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഒന്നും കൂടി സ്പീഡൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ട് ഒന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ കടുത്ത ശിക്ഷ വന്നാൽ എന്താണ്? അവരെ കടുത്ത കുറ്റം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മുതിർന്നവരായിട്ട് കണക്കാക്കുന്ന പറയുന്നുണ്ട്. പിന്നെ ബാലസംരക്ഷണ സാധനങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ് ബാലസംരക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, ചിൽഡ്രൻസ് ഹോം പറയുമ്പോൾ ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ പുനരധിവസിപ്പിക്കാനാണ്. എല്ലാ കുട്ടികളെയും കൊണ്ടുപോയിട്ട് ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടിടുവോ? ഇല്ല. നമ്മൾ നേരത്തെ കുറെ കുട്ടികളെ പറഞ്ഞില്ലേ ശ്രദ്ധയും സംരക്ഷണം വേണ്ട കുട്ടികൾ, അവരെയൊക്കെയാണ് ഈ ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടുപോയിട്ട് ആക്കുക. ഇനി ഒബ്സർവേഷൻ ഹോമിൽ എന്ത് ചെയ്യും? നിയമവുമായി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികൾ പറഞ്ഞില്ലേ, അവരെയൊക്കെ ഇവിടെ ഒബ്സർവേഷൻ ഹോം, കാരണം അവര് നിയമത്തിനെതിരെ പ്രവർത്തിച്ചവരാണ്, അവരെ നിരീക്ഷിക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട് അവരെ ഒബ്സർവേഷൻ ഹോമിൽ കൊണ്ടുപോയിട്ട് പാർപ്പിക്കും. ഇനി സ്പെഷ്യൽ ഹോം എന്താണ്? അതേപോലെ തന്നെ നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള സാധനങ്ങളാണ് സ്പെഷ്യൽ ഹോം. അപ്പൊ ഒബ്സർവേഷൻ ഹോമും സ്പെഷ്യൽ ഹോമും ആർക്ക് വേണ്ടിയിട്ടാണ്? നിയമത്തിനെതിരെ പ്രവർത്തിച്ച, അതായത് നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ ഹോമും സ്പെഷ്യൽ ഹോമും. ചിൽഡ്രൻസ് ഹോം ആർക്കാണ്? ശ്രദ്ധയും പരിചരണവും വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് ഷെൽട്ടർ ഹോം? സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ താൽക്കാലികമായിട്ട് കുട്ടികളെ സംരക്ഷിക്കാൻ വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നടത്തുന്ന സാധനങ്ങളാണ്. ഏത്? സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? അത്യാവശ്യ ഘട്ടങ്ങൾ, ചിലപ്പോൾ പാരന്റ്സിനൊക്കെ ചിലപ്പോൾ വല്ല ഹോസ്പിറ്റലിലെ കേസൊക്കെ പോകുന്നതിന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ആ കുട്ടിനെ ആര് സംരക്ഷിക്കും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. അവ തൽക്കാലം കൊണ്ടുപോയി താമസിക്കാനൊക്കെയാണ് ഇവിടെ ഷെൽട്ടർ ഹോം ഉള്ളത്. ഇനി എന്തൊക്കെയാണ് കുറ്റങ്ങളും ശിക്ഷയും നോക്കാം. ഓക്കെ,
അതിൽ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞോട്ട് കുറേ നമുക്ക് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. കാരണം എൻ്റെയും ടൈം പോകുമല്ലോ, നിങ്ങളെ പോലെ തന്നെയല്ലേ ഞാനും. ഓക്കെ, അപ്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. കുറ്റം എന്തൊക്കെയാണ് കുറ്റം, ഒരു കുറ്റം പറയുമ്പോൾ എന്തൊക്കെ അറിയില്ല, എന്തൊക്കെ ചെയ്താൽ കുറ്റമായിട്ട് വരുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലായി. നമ്മൾ പുലികളല്ലേ. ഓക്കെ, എന്താണ് ഒരു കുറ്റം പറയുന്നത്? മുതിർന്ന കുട്ടികൾക്കെതിരെ ചെയ്യുന്ന വിവിധ കുറ്റകൃത്യങ്ങൾക്ക് അനുശാസിക്കുന്ന ശിക്ഷ. എന്താണ്? ബാലനീതി നിയമം 2015 പ്രകാരം. ഓക്കെ, പിന്നെ മാതാപിതാക്കളിൽ നിന്നും വേർപെട്ട കുട്ടികളെ ലഭ്യമായ വിവരം റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ. ഇപ്പോൾ ഒരു മാതാപിതാക്കളിൽ നിന്നും ഇപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് പോകുകയാണെന്ന് വെക്കുക. ആ കുട്ടി അവരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് അത് വേറൊരാൾക്ക് ആ കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ കിട്ടിയാൽ അവരെന്ത് ചെയ്യണം? വേഗം അറിയിക്കേണ്ടവനെ അറിയിച്ചിട്ട് ഈ പാരന്റ്സിന്റെ അടുത്ത് എത്തിക്കാനുള്ളത് ചെയ്യണം അല്ലേ? പക്ഷെ അത് അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ്? അതൊരു കുറ്റമാണ്. അതിന് നല്ല ശിക്ഷയും കിട്ടും കേട്ടോ. 6 മാസം വരെ തടവ് കിട്ടും. പിന്നെ കുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, ഒരു കുട്ടിയെ താമസിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ബാലനീതി നിയമം 2015 പ്രകാരം ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ എന്താണ്? കുറ്റം ഉണ്ടാകും. അത് കുറ്റമാണ്. അതിന് ശിക്ഷയും കിട്ടും. 1 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും കിട്ടും. പിന്നെ കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടികളുടെയോ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെയോ വിവരങ്ങൾ വെളിപ്പെടുത്താൻ. ഒരു കുട്ടികളുമായിട്ട് എന്തെങ്കിലും കേസോ കുറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. നമ്മുടെ മക്കൾക്കാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നമ്മൾ വേഗം എന്ത് ചെയ്യും? അതിന് ഒളിച്ചു വെക്കലെ, കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്, പുറത്തറിയരുത് ഇതൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെയല്ലേ ആ മക്കളും അവല്ലേ മറ്റുള്ളവർക്കൊക്കെ നമുക്കറിയാലോ എങ്ങനെയാണ് പഴുത്തല അങ്ങനെ വീഴുമ്പോ പച്ചല ചിരിക്കും പറയും അല്ലെ? നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ പറയാറുള്ളതാണ്. സത്യമല്ലേ? എന്തും നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ അല്ലെ? അപ്പൊ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു അല്ലെ? അതിനെയൊക്കെ പുച്ഛത്തോടെയും പരിഹാസം, അത് അവരുടെ അമ്മ ശരിയല്ല, അവരുടെ അച്ഛൻ ശരിയല്ല, അവരുടെ ഫാമിലി ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിമർശിക്കാറുണ്ടല്ലേ? പക്ഷെ നമ്മളൊന്നും നോക്കി ചിന്തിച്ചൊക്കെ അതേ അനുഭവം നമ്മുടെ വീട്ടിലാണ് വരുന്നത് എങ്കിലോ അപ്പോഴായിരിക്കും നമുക്ക് അതിന്റെ വേദന അറിയുള്ളൂ. എന്തോ അവനവന് വരണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടികളെ നമ്മളൊന്നും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ആരെയും നമ്മൾ പുച്ഛിക്കുക, പരിഹസിക്കുക അതൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരിക്കലും അവരെ ഇങ്ങനെ തെറ്റായിട്ട് നമ്മൾ ആരെയും ഒന്നും പറയരുത് കേട്ടോ. കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടികളുടെയോ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെയോ വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ കുട്ടികളെ ആക്രമിക്കുക, ഉപദ്രവിക്കുക, അവഗണിക്കുക, അതിലൂടെ കുട്ടികൾക്ക് മാനസിക ശാരീരിക സമ്മർദ്ദം ഏൽപ്പിക്കുക, ഇതൊക്കെ ചെയ്താലും നല്ല ശിക്ഷയുണ്ട്. ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നില്ലേ? അവഗണിക്കാറില്ലേ? പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി പറഞ്ഞിട്ട് അവഗണിക്കുന്നില്ലേ? കറുപ്പ് ഭംഗിയുണ്ട് ഭംഗിയില്ല പറഞ്ഞിട്ട് അവഗണിക്കാറില്ലേ? ജാതിയുടെ പേരിൽ അവഗണിക്കാറില്ലേ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ശിക്ഷയാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നില്ലെന്നല്ലേ? പിന്നെ ഭിക്ഷാടനത്തിന് കുട്ടികളെ ഉപയോഗിച്ച 4 ദിവസം മുമ്പ് ന്യൂസിലുണ്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു? എറണാകുളത്തല്ലേ? എടപ്പള്ളി ആ ഭാഗത്ത് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ വലിയൊരു ആ കുട്ടികളെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുകയാണ് അല്ലേ? എന്നിട്ട് കാശ് വൈകുന്നേരം കൊണ്ടുവന്നിട്ട് എന്തൊരു അവസ്ഥയാണ്, എന്തൊരു നാടായി മാറി നമ്മുടെ കേരളം. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യണ? ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നത് ശിക്ഷയാണ്. മദ്യം, പുകയില, ലഹരി വസ്തുക്കളൊക്കെ കുട്ടികൾക്ക് നൽകുന്നത്, വേല ചെയ്യിപ്പിക്കുകയോ ജോലി ചെയ്യിപ്പിച്ച സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, പിന്നെ അനധികൃതമായി കുട്ടികളെ ദത്തെടുക്കുക, കുട്ടികളെ വിൽക്കുക, വാങ്ങുക, കുട്ടികൾക്കെതിരായിട്ടുള്ള ശാരീരികമായ ശിക്ഷ നൽകുക, മുതിർന്നവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിച്ചാല് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, പിന്നെ ഒരു കുട്ടിയെ കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, ഇതൊക്കെ എന്താണ്? ബാലനീതി നിയമപ്രകാരം നല്ല കുറ്റവും നല്ല ശിക്ഷയും ലഭിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒന്ന് നോക്കിയേ. ഇങ്ങനെ നമ്മളൊരു പിക്ചർ വൈസ് ആയിട്ട് നമ്മളിങ്ങനെ കഥകൾ പോലെ പറഞ്ഞു പോയപ്പോൾ നമുക്ക് കുഴപ്പമില്ല അല്ലെ? ഒന്ന് ഓർമ്മ കിട്ടും. അപ്പൊ നിങ്ങളായിട്ട് വർഷങ്ങളും ആദ്യത്തെ ചെയർമാൻമാരും എന്തൊക്കെയാണ് പറയുന്നതൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ ക്ലാസ് ഇട്ട് കഴിഞ്ഞത് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് ക്ലാസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാം. നമുക്ക് വേഗം പഠിക്കാൻ കഴിയാം. ഞാൻ ഒന്നും കൂടി പറയുകയാണ്. കേരളം ഭരണ സംവിധാനം ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് എല്ലാ ക്ലാസ്സും വേഗം പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് വെച്ചോളൂ. ടോപ്പിക്കുകളും മൊഡ്യൂൾ മാറ്റി വെക്കണം കേട്ടോ. കഴിഞ്ഞു എന്ന് നമുക്കത് സമാധാനമല്ലേ? സിലബസ് എടുത്തിട്ട് ടിക്ക് ചെയ്തുക, കംപ്ലീറ്റഡ്, ലെഫ്റ്റിൽ എഴുതുക കംപ്ലീറ്റഡ്, കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ, കംപ്ലീറ്റഡ് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ട് കംപ്ലീറ്റഡ് മാത്രം പിന്നെ നോക്കി ഇരുന്നാൽ പോരാ കേട്ടോ. ചിലവർ അങ്ങനെയാണ്, കംപ്ലീറ്റഡ് എഴുതി അത് കംപ്ലീറ്റഡ് സമാധാനമായി. പക്ഷെ അങ്ങനെയല്ല, അത് വീണ്ടും എടുത്ത് നോക്കണം. അവിടെയാണ് മാർക്ക്. ഓക്കെ, പിന്നെ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നോക്കണം. 10 മാർക്കായില്ലേ? സുപ്രധാന നിയമങ്ങൾ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് ഇതിൽ നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം. 15 മാർക്ക് ചെയ്തില്ലേ?
പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി അവിടെയൊക്കെ മാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 23 ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. നാളേക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരാം. ഓക്കെ, സപ്പോർട്ട് കുറവായതുകൊണ്ടാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, സപ്പോർട്ട് കുറവാണ്. അതുകൊണ്ട് ഞാൻ ക്ലാസ്സുകളൊക്കെ അവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യണേ. അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് ഇനി ഏതാണ് ടോപ്പിക് എടുക്കേണ്ടതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കട്ടെ. SCRT വെച്ചിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ഫോട്ടോ വന്നിട്ട് ഇട്ട് തരണോ എന്താണെന്നുള്ളത് തീരുമാനം ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.